ഫിലിപ്പീൻസിൽ കനത്ത നാശം വിതച്ച് കല്ലുമേഘി ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ചുഴലിക്കാറ്റിലും പേമാരിയിലും കനത്ത വെള്ളപ്പൊക്കം രൂപപ്പെട്ടു. 66 പേരോളം മരിച്ചതായാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ ഉയരും. വെള്ളപ്പൊക്കത്തിലാണ് ആളുകൾ മരിച്ചത്. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ജനസാന്ദ്രത കൂടിയ ദ്വീപായ സെബുവിലെ പട്ടണങ്ങളും ജനവാസ മേഖലകളും വെള്ളത്തിനടിയിലായി. വീടുകൾ മുങ്ങി. ആളുകൾ വീടിൻ്റെ മേൽക്കൂരയിൽ അഭയം തേടി. വാഹനങ്ങൾ പ്രളയത്തിൽ ഒഴുകിപ്പോയി. ഒരു നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഇവിടെ 49 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 26 പേരെ കാണാതായിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്തിയ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 പേർ മരിച്ചു. വടക്കൻ മിൻഡാനോ ദ്വീപിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടമായതായി ഫിലിപ്പീൻസ് എയർഫോഴ്സ് അറിയിച്ചു. പ്രാദേശികമായി ടിനോ എന്ന് വിളിക്കുന്ന കൽമേഘി ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കരതൊട്ടത്. മണിക്കൂറിൽ 130 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്നത് തുടരുകയാണ്. റോഡിലെ അവശിഷ്ടങ്ങളും കാറുകളുമാണ് രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളി ഉയർത്തുന്നതെന്ന് അധികൃതർ പറഞ്ഞു. സെബുവിലെ സ്ഥിതി ശരിക്കും അമ്പരപ്പിക്കുന്നതാണെന്നും പ്രവിശ്യ ഗവർണർ അറിയിച്ചു. കാറ്റ് അപകടം വിതയ്ക്കുമെന്നാണ് കരുതിയത്. എന്നാൽ വെള്ളമാണ് ജനങ്ങളെ യഥാർത്ഥത്തിൽ അപകടത്തിലാക്കുന്നത്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതയ്ക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. മരണത്തിൽ ഭൂരിഭാഗവും മുങ്ങിമരണങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രദേശത്ത് ചെളിവെള്ളം കുത്തിയൊഴുകുകയാണ്. സെബുവിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വ്യാപകമായി നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി ചെറിയ കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. വെള്ളപ്പൊക്കം മൂലം പ്രദേശം ചെളിയിൽ പുതഞ്ഞു. വീടുകൾക്കുള്ളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടക്കുകയാണ്. സെബു നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദുരന്തത്തിൽ 4 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ദേശീയ ദുരന്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ചൊവ്വാഴ്ച വൈകുന്നേരം സെബുവിനെ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ചു. മധ്യ ഫിലിപ്പീൻസിലൂടെ കടന്നുപോയ ഈ വർഷത്തെ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റുകളിലൊന്നാണ് കൽമേഘി എന്ന് അധികൃതർ പറഞ്ഞു. ബുധനാഴ്ചയോടെ വിസയാസ് ദ്വീപുകൾ കടന്ന് ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ സഞ്ചരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം.